ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വേവ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ വേവിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ വേവ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതുപോലെ വേവ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഇനി മുന്നോട്ട് പോകാം. ഒന്നാമതായിട്ട് വേവ്സിൻ്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് എ വേവ്? A wave is defined as the propagation of a disturbance that carries energy and momentum away from the source of disturbance. അതായത് ഒരു മീഡിയത്തെ ഒരു സോഴ്സ് എന്ത് ചെയ്തു ഡിസ്റ്റർബ് ചെയ്താൽ ആ ഡിസ്റ്റർബൻസ് മൂലമുണ്ടായ ആ എനർജി അതുപോലെ മൊമെൻ്റൊക്കെ എന്താവുകയാണ്, ആ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ഇത്തരം ഒരു പ്രൊപ്പഗേഷനെ നമ്മൾ എന്ത് വിളിക്കാം? ഇത്തരം ഒരു ഡിസ്റ്റർബൻസിൻ്റെ പ്രൊപ്പഗേഷനെയാണ് നമ്മൾ വേവ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ വേവ് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഡിസ്റ്റർബൻസ്, ഒരു സോഴ്സ്, ഈ കല്ല് ഇവിടെ ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ കല്ല് ഇവിടെ എത്തുന്ന താമസം എന്ത് ചെയ്യും? അവിടെ അതിലേക്ക് എനർജിയും മൊമെൻറ്റവും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. പിന്നെ എന്ത് ചെയ്യും? ആ ഡിസ്റ്റർബൻസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. വേവായിട്ട് ഇങ്ങനെ ഈ സെൻറ്ററിന് അബൌട്ടായിട്ട് സർക്കുലറായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? മീഡിയത്തിലെ വാട്ടറിലെ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നില്ല, പക്ഷേ ആ പാർട്ടിക്കിൾസ് ഒരു മീൻ പൊസിഷൻ അബൌട്ടായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം is not traveling but is oscillating about a mean position, അതുപോലെ അപ്പോൾ അതിന് എക്സാമ്പിൾസ്, വേവ്സിന് എക്സാമ്പിൾസ് ആണ് സൗണ്ട് വേവ്സ്, അതുപോലെ വാട്ടർ വേവ്സ്, വേവ്സ് ഓൺ എ റോപ്പ്. അതായത് ഒരു കയറ് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, നമ്മളൊരു ഓസിലേഷൻ പ്രൊവൈഡ് ചെയ്താൽ, നമ്മളൊരു സോഴ്സിൻ്റെ പോലെ നമ്മൾ എന്ത് ചെയ്തു, ആ കയറിനെ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ എന്ത് ചെയ്യും? അവിടെ ഈ ഡിസ്റ്റർബൻസ് വേവ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അതെന്താണ്? വേവ്സ് ഓൺ എ റോപ്പ്. അതുപോലെ സ്പ്രിങ്, വേവ്സ് ഓൺ സ്പ്രിങ്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതൊക്കെ എന്താണ്? വേവ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി വേവ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാകും, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ, നമ്മൾ വേവിന് മീഡിയത്തിൻ്റെ റിക്വയർമെൻറ്റ്, ആ വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയം റിക്വയർഡ് ആണോ അല്ലേ എന്നൊരു മാനദണ്ഡം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേവ്സിനെ ക്ലാസിഫൈ ചെയ്താൽ രണ്ട് കാറ്റഗറിയിലായിട്ട് നമുക്ക് വേവ്സിനെ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്നാമത്തെ കാറ്റഗറി മെക്കാനിക്കൽ വേവ്സ്. അതായത് ഈ മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? ദ നീഡ് എ മീഡിയം ടു ട്രാവൽ. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? സൗണ്ട് വേവ് അല്ലേ? സൗണ്ട് വേവ് മീഡിയം ഉണ്ടെങ്കിലേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുപോലെ വേവ്സ് ഇൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേവ്സ്, അതുപോലെ റോപ്പ്, വേവ്സ് ഓൺ റോപ്പ്. ഇതെല്ലാം എന്താണ്? മീഡിയം ഉണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന വേവുകളാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ദേ ഡസൻ നീഡ് a medium to travel.
മീഡിയം ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ആ ഇത്തരം വേവ്സുകൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. അത്തരം വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് എന്ത്, ഇതിനെ വേണമെങ്കിൽ നമുക്ക് നോൺ മെക്കാനിക്കൽ വേവ്സ് എന്നും വിളിക്കാം. നോൺ മെക്കാനിക്കൽ വേവ്സ്. അതിന് ഉദാഹരണമാണ് റേഡിയോ വേവ്സ്, പിന്നെ UV റേസ്, പിന്നെ വിസിബിൾ ലൈറ്റ്, അതുപോലെ IR ഇൻഫ്രാറെഡ് റേസ്. ഇതെല്ലാം സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തുമ്പോൾ മീഡിയം ഇല്ലാതെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, മീഡിയം വേണ്ടാത്ത വേവ്സ് ആണ്. രണ്ടാമത്തെ മറ്റൊരു തരം ക്ലാസിഫിക്കേഷൻ ആണെന്ത്, പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം നോക്കിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ തന്നെയാണ് മീഡിയത്തിലെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും എങ്കിൽ അത്തരം വേവ്സിനെ എന്ത് വിളിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കും. പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വിളിക്കും. ട്രാൻസ്വേഴ്സ് വേവ്, ആദ്യം ട്രാൻസ്വേഴ്സ്, രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. The particles of vibrate perpendicular to direction of propagation. Longitudinal waves എന്ന് പറഞ്ഞാലോ vibration of particles is parallel to the direction of propagation. Parallel to the direction of propagation. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് കണ്ടില്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതായത് ഈ വൈബ്രേഷൻ ഈ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പാരലലാണ്. അപ്പോൾ ഈ ഇങ്ങനെ വേവാണ് കൊടുത്താൽ എന്ത് ചെയ്യും, ഇതുകൂടി നോക്കാം. നമ്മളൊരു ഡിസ്റ്റർബൻസാണ് പാസ് ചെയ്താൽ അതിങ്ങനെ പാരലായിട്ടാണ്. അതായത് ചില ഭാഗത്ത് പ്രഷർ കൂടിയ ഭാഗം, ഒരു ഭാഗം പ്രഷർ കുറഞ്ഞ ഭാഗം, അങ്ങനത്തെ ഒരു റീജിയനായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് ഈ ഓസിലേഷൻ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇനി ട്രാൻസ്വേഴ്സ് വേവ് നോക്കാം. ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ വൈബ്രേഷൻ, ഓരോ പോയിന്റിൻ്റെയും വൈബ്രേഷൻ എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് വെർട്ടിക്കലായിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതുകൊണ്ട് ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്, അതിന് എക്സാമ്പിൾസ്, പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയ വേവ്സിന് എക്സാമ്പിൾ, വേവ്സ് ഓൺ എ റോപ്പ്. നമ്മളൊരു കയറെടുത്തിട്ട് എന്ത് ചെയ്തു, അതിൽ വേവ്സ് പാസ് ചെയ്യിക്കുകയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ പ്രൊപ്പഗേഷൻ. രണ്ടാമത്തെ എക്സാമ്പിള് വാട്ടർ വേവ്സിൻ്റെ ഇതെങ്ങനെയാണ്, അതും പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ്. പിന്നെ ഈ പിന്നെ ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, സൗണ്ട് വേവ്.
ഇനി നമുക്ക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു വേവ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. ഈ പോയിന്റിലെ വൈബ്രേഷൻ ഇങ്ങനെയാണ്, ഈ സമയത്ത് ഇങ്ങനെയാണ്. ഓരോ പോയിന്റും അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഈ ഡയറക്ഷനിലാകുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിട്ടുണ്ടാവും, ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തത് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ഐഡൻറ്റിക്കൽ പോയിന്റ്സ്. ഒരേപോലത്തെ രണ്ട് പോയിന്റിൻ്റെ, അതായത് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള അകലം, ഒന്നെങ്കിൽ ഈ പോയിന്റ്, ഇത് രണ്ടും ഐഡൻറ്റിക്കൽ പോയിന്റാണ്, ഇവ തമ്മിലുള്ള അകലം എന്ത് തരും? വേവ് ലെങ്ത് തരും. അല്ലെങ്കിൽ ഈ ഭാഗം, രണ്ട് ഐഡൻറ്റിക്കൽ പോയിന്റുകൾ തമ്മിലുള്ള അകലം, ഇവിടെ ഏതാണ് എടുക്കുന്നത് അതേപോലെ തന്നെ. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഐഡൻറ്റിക്കലായ പോയിന്റ് ഇതാണ്, ഇത് തമ്മിലുള്ള അകലം. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതെല്ലാം എന്താണ്? ലാംഡ തന്നെയാണ്, ലാംഡ. ഈ പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് ഐഡൻറ്റിക്കലായ പോയിന്റ് ഇതല്ലേ, ഐഡൻറ്റിക്കലായ കോൺസിക്യൂട്ടീവ് പോയിന്റ് അതാണ്. അപ്പോൾ അത് ഇതായിരിക്കും, അങ്ങനെയാണ് വരിക. അതാണ് ലാംഡ, വേവ് ലെങ്ത്. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാംഡ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്, ഈ വേവ്സിൽ ഇതിൻ്റെ മാക്സിമം വൈബ്രേഷൻ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് എന്താ? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ highest point on wave pattern. ഇതിലെ ഹയസ്റ്റ് പോയിന്റ് ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി പീരിയഡ്. Period is the time required to travel a distance of one wavelength. ഒരു വേവ് ലെങ്ത് ട്രാവൽ ചെയ്യാനുള്ള സമയം. നമുക്കിപ്പോൾ ഒരു ട്രാവലിംഗ് വേവ് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു പോയിന്റിൽ ഈ മൗസ് പോയിന്റർ ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഈ ലൈനിൽ ഈ മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക കേട്ടോ. മൗസ് പോയിന്റർ ഇവിടെ വെച്ചാൽ ഒരു വേവ് ലെങ്ത്ത് പാസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും നോക്കാം. ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു വേവ് ലെങ്ത്ത് പാസ് ചെയ്തു. ഇവിടുന്ന് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അടുത്ത വേവ് ലെങ്ത്ത്. അപ്പോൾ ഇതിനെടുക്കുന്ന സമയമാണെന്ത്? നമ്മളൊരു പോയിന്റ് ഈ ലൈനിൽ ഇതാക്കുകയാണെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു വേവ് ലെങ്ത്ത് പാസ് ചെയ്യാനുള്ള ടൈമാണെന്ത്? പീരിയഡ്. ഇനി അടുത്ത പ്രോപ്പർട്ടി ഫ്രീക്വൻസി. Frequency is the number of cycles passing through a point
ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സൈക്കിൾസിൻ്റെ എണ്ണം. ഇതേ എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ എക്സാമ്പിളിൽ ഈ ലൈനിൽ നമ്മളൊരു പോയിന്റിൽ ഈ മൗസ് പോയിൻ്റർ വെച്ചതാണ്, മൗസ് പോയിൻ്റർ അതിവിടെ വെച്ചു. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക, എത്ര എണ്ണം ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് നോക്കുക. ഒന്നാണ് ഇവിടെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ സ്ലോ ആയതുകൊണ്ട് ഒന്നുപോലും പാസ് ചെയ്യുന്നില്ല ഒരു സെക്കൻഡിൽ. അപ്പോൾ ഫ്രീക്വൻസി 1-ന് താഴെയാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഇതാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം. 2 ഇട്ട് നോക്കി, വേണില്ല. അപ്പോൾ ഫാസ്റ്റ് ആയില്ലേ. ഇപ്പോൾ ഒരു പോയിന്റിലൂടെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്പീഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു സെക്കൻഡിൽ 1-ൽ കൂടുതലൊക്കെ പാസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഒരു സെക്കൻഡിൽ എത്ര വേവ് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, അതാണ് ഇത് ഫ്രീക്വൻസി. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാണ്. താങ്ക് യു.